ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം നമുക്ക് ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇതുപോലെ നെടുക ഒന്ന് പൊളിച്ച് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് നിറം മാറി വരുമ്പോൾ 50 ഗ്രാം ഉണക്കമുന്തിരി കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി ഒരു കപ്പ് തേങ്ങ കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറവായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിളക്കി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മൈദ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് മൈദ, 1 മുട്ട, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2-3 ഏലക്ക, 2 പിഞ്ച് ഉപ്പ്, 3/4 കപ്പ് പാൽ. പാലിന് പകരം വെള്ളം ചേർത്താലും മതി. പാലാകുമ്പോൾ ദോശക്ക് കൂടുതൽ സോഫ്റ്റ് കിട്ടും. ഇതൊന്ന് അടിച്ചെടുക്കാം. കൂടുതൽ സമയം അടിക്കരുത്, മൈദ പശ പോലെ വരും. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി ഒരു തവ ചൂടാക്കി ദോശ ചുട്ടെടുക്കാം. കനം കുറച്ച് വേണം ചുട്ടെടുക്കാൻ. നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ സൈസിന് വേണം ദോശയുടെ വലിപ്പവും. മാവ് ഒന്ന് വേവായി കഴിഞ്ഞാൽ ദോശ ചട്ടിയിൽ നിന്ന് മാറ്റാം. മൊരിയാനൊന്നും നിൽക്കരുത്. ഈ ഒരു മാവ് വെച്ച് 5 ദോശയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഒരു ജാറിലേക്ക് 7 മുട്ട, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് കൂടുതലായിട്ട് അടിക്കരുത്, വല്ലാതെ പതഞ്ഞു വരും. ഇനി ചട്ടിപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള കുറച്ച് കുഴിയുള്ള ഒരേ നിരപ്പായിട്ടുള്ള പാത്രം എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ചട്ടി ചെറുതായൊന്ന് തണുത്തതിന് ശേഷം വേണം ചട്ടിപ്പത്തിരിക്കുള്ളത് സെറ്റാക്കി എടുക്കാൻ. ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ട ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ ഒരു ദോശ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലും കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങ കുറച്ച് മുകളിലൂടെ വിതറി കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്താൽ കുറച്ച് കളർഫുള്ളും ആവും, അതുപോലെ ടേസ്റ്റും കൂടും. ഇനി മുകളിൽ അടുത്ത ദോശ വെച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മുട്ട ഒഴിച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കണം. ഇപ്പോൾ 5 ലെയറും വെച്ചു. ഇനി ബാക്കിയുള്ള മുട്ട മുഴുവനായിട്ടും മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. സൈഡിലേക്കൊക്കെ ആക്കി ഒരുപോലെ ആക്കിയെടുക്കണം. ഇനി മുകളിലും അണ്ടിപ്പരിപ്പും തേങ്ങയും മുന്തിരിയും ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവുന്നത് വരെ ഒരു 30-40 സെക്കൻഡ് മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. തീ കൂടി പോവരുത്, അടി കരിഞ്ഞു പോവും. ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വെക്കാൻ. ഇതിപ്പോൾ അരമണിക്കൂറായി. ശരിക്ക് വെന്ത് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. ഓരോരുത്തർക്കും പല സമയമാവും വേവാനായിട്ട് വേണ്ടത്. അപ്പത്തിൻ്റെ വലുപ്പത്തിനും തീൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിട്ട് വേവിലും മാറ്റം വരും. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ ചട്ടിയിൽ നിന്ന് വേറിട്ട് വരും. ഇനി ഒരു പാനിൽ ഒരല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് ചട്ടിപ്പത്തിരി മാറ്റി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി.
നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.